ഒരു തവണ ഭംഗി നഷ്ടപ്പെട്ടാൽ പിന്നീട് അതേ ഭംഗിയോടെ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കാത്ത ഒന്നാണ് പരസ്പരമുള്ള വിശ്വാസം. പണമാണ് യോഗ്യത എന്നളക്കുന്ന ഒരു ലോകം. അതിൽ പണമുള്ളവനെ വാഴ്ത്തുന്ന ചിലരും പണമില്ലാത്തവനെ താഴ്ത്തുന്ന ചിലരും ആ ലോകത്തുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ കണ്ണടയ്ക്കരുത്. അത് നിങ്ങളെ ഒന്നുമല്ലാതെയാക്കും. നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് പ്രവർത്തിക്കുക. നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. 1000 നന്മകൾ ചെയ്താലും കാണാത്ത ഈ ലോകം ഒരു തിന്മ ചെയ്തു പോയാൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കും. ഏതൊരു കാര്യത്തിനും നിങ്ങളുടെ പങ്കാളിത്തമില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നു. യഥാർത്ഥത്തിൽ പ്രയാസങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ദൈവം നമുക്ക് വളരാനുള്ള അവസരങ്ങളാണ് നൽകുന്നത്. യഥാർത്ഥത്തിലുള്ള നമ്മളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് വളരാൻ സാധിക്കും. താൻ ആഗ്രഹിച്ചത് നടക്കാതെയാകുമ്പോൾ പിന്നീട് അക്കാര്യത്തെ മോശമാണെന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്ന പലരെയും നമുക്ക് ചുറ്റിലും കാണാം. എത്ര അകറ്റിയിട്ടും ഒരാൾ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നില്ലെങ്കിൽ അതിന് പിന്നിൽ നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹമോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യമോ ആകാം. വേഗതയേറിയതും എന്നാൽ കൃത്രിമവുമായ സന്തോഷത്തിൻ്റെ പിന്നാലെ ഓടുന്നതിനേക്കാൾ ദൃഢമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ മസ്തിഷ്കം ഭൂമിയിലെ മറ്റെല്ലാ വിഭവങ്ങളെക്കാളും ശക്തമാണ്. അത് വേണ്ട വിധത്തിൽ പ്രയോഗിക്കുന്നിടത്താണ് വിജയം ഒളിഞ്ഞിരിക്കുന്നത്. ഈ ലോകം അഭിനയിക്കുന്നവർക്ക് കൂടെയാണ്. കാരണം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർ പലയിടത്തും പലപ്പോഴും പരാജയപ്പെടുന്നതായി കാണാം. എത്ര സ്നേഹിച്ചാലും ചിലർക്ക് ചിലരുടെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അത്തരത്തിലുള്ളവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമാണ് എന്നതാണ് സത്യം. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എന്നേക്കുമായി വിജയിക്കുമെന്ന ചിന്തയും പ്രതീക്ഷയും നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ മുന്നോട്ട് കുതിക്കാനുള്ള ഉത്സാഹം നമുക്കുണ്ടാകൂ. വിജയകരമായ നേട്ടത്തിന് 4 പ്രധാന ഘടകങ്ങൾ അത്യാവശ്യമാണ്. വ്യക്തമായ ലക്ഷ്യം, ആഴത്തിലുള്ള ചിന്ത, ഭാവന, ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള അടിയുറച്ച വിശ്വാസം എന്നിവ. ഒരാളുടെ യഥാർത്ഥ സൗന്ദര്യം ഉളവാകുന്നത് മനസ്സിൽ നിന്നാണ്, മുഖത്തു നിന്നല്ല. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിച്ചു കൊള്ളണമെന്ന് യാതൊരു ഉറപ്പുമില്ല.